dual nature of matter and radiation dual nature of matter and radiation. ഈ നമ്മള് റേഡിയേഷൻ മീൻസ് ലൈറ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. റേഡിയേഷന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് റേഡിയേഷന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാം. അതേപോലെ തന്നെ മാറ്ററിനും വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. മാറ്റർ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് അസ് ഓൾസോ പൊസസ് എന്താണ് വേവ് നേച്ചർ ആൻഡ് വേവ് പ്രോപ്പർട്ടി ആൻഡ് പാർട്ടിക്കിൾ പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ള കാര്യം ആണ് ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ പല കാര്യങ്ങളും കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനില്ല. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാറ്ററിന് മാറ്ററിന് വേവ് നേച്ചറും റേഡിയേഷന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് ലൈറ്റ് റേഡിയേഷൻസ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചാണ്. ലൈറ്റിന് ഇന്റർഫിയർ ചെയ്യാൻ പറ്റും, ഡിഫ്രാക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ പോളറൈസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ എന്താണ് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും, റിഫ്രാക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ലൈറ്റിന്റെ വേവ് പ്രോപ്പർട്ടീസിനകത്ത് പറഞ്ഞതാണ് അല്ലേ? അതേപോലെ തന്നെ ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചറിനകത്ത് കഴിഞ്ഞ വർഷം പഠിച്ചാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം കെമിസ്ട്രിക്കകത്ത് പഠിച്ചാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, അതേപോലെ തന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചറിനകത്താണ് പഠിക്കുന്നത്. അപ്പം ലൈറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയേഷന്റെ എക്സാമ്പിൾ ആണ് ലൈറ്റ് ഇല്ലേ? റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ബീറ്റ ബീറ്റ റേഡിയേഷൻസ് ഉണ്ട്, നമുക്ക് പഠിക്കാനില്ല. ഗാമ നമ്മൾ പഠിച്ച റേഡിയേഷൻ ഗാമ തൊട്ട് എക്സ്റേ തൊട്ട് യുവി റേ, അതേപോലെ തന്നെ വിസിബിള്, ഇൻഫ്രാറെഡ്, റേഡിയോസ്, ഇതൊക്കെ എന്താണ് റേഡിയേഷൻസ് ആണ് അല്ലേ? അപ്പം അതിൽ റേഡിയേഷൻസ് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉള്ളതുപോലെ തന്നെ മാറ്റർ ഇൻക്ലൂഡിങ് ആസ് ഓൾസോ പ്രോസസ് വേവ് നേച്ചർ ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ. അതായത് ഒരു വേവ് നമുക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ? അതേപോലെ തന്നെ ഒരു മാറ്ററും ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ അടുത്തൊരു ചോദ്യം, നമ്മൾ ഒരു മാറ്റർ ആണല്ലോ, നമ്മൾ എന്താണ് നടക്കുമ്പോൾ ഇങ്ങനെ പോകാത്തത്? അതിന്റെ കാരണം ഡി ബ്രോഗ്ലി പറഞ്ഞിട്ടുണ്ട്. ഡി ബ്രോഗ്ലി പറയുന്നത് മാസ് കൂടുതലുള്ളതിന് വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും. വേവ് ലെങ്ത് വളരെ കുറവാണെന്ന് കഴിഞ്ഞാൽ വേവ് വളരെ ചെറുതായിരിക്കും. വേവ് വളരെ ചെറുതാണെങ്കിൽ വളരെ ചെറുതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവിന്റെ കണ്ടോ, ഇപ്പൊ നമുക്കൊരു ക്രസ്റ്റും ഒരു ട്രഫും ഒരു ക്രസ്റ്റും ഇതെങ്ങനെയാണുള്ളത്? ഈ വേവ് ലെങ്ത് ഇതാണല്ലോ ഒരു വേവിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വേവിന്റെ ലെങ്ത് കുറയാന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? ഇങ്ങനെ കുറയുക. ഇത് വേവിന്റെ ലെങ്ത് കുറഞ്ഞു. ഇനി അടുത്തത് ഇത് നോക്കുവാണെങ്കിൽ ഇത് വേവിന്റെ ലെങ്ത് വീണ്ടും കുറഞ്ഞു. വീണ്ടും ഇങ്ങനെ ഒരു വേവ് ആണെങ്കിൽ കണ്ടോ തീരെ കുറഞ്ഞു. ഇനി ഇങ്ങനെ കുറെ വേവുകൾ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിലോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എങ്ങനെയാ? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പൊ മാസ് കൂടുതലുള്ള ബോഡിയുടെ വേവ് തന്നെ ഈ രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ഫീൽ ചെയ്യാത്തത്? അത് വേവ് ആണെന്നുള്ളത് ഫീൽ ചെയ്യാത്തത്. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മുകളിലോട്ട് താഴോട്ട് ഇങ്ങനെ പൊങ്ങി താഴ്ന്നാണോ നടക്കുന്നത്? അല്ല. പക്ഷെ നമുക്കും വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും എന്ത് ചെയ്യുന്നുണ്ട്? പ്രോസസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാസ് വളരെ വലുതാണ്. ആ ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് അനുസരിച്ച് ഡി ബ്രോഗ്ലി പറയുന്നത് എന്താണ്, വലിയ മാസുള്ള ഒബ്ജക്റ്റുകൾക്ക് എന്താണ് വേവ് നേച്ചർ അല്ലെങ്കിൽ വേവ് പ്രോപ്പർട്ടി ഉണ്ടാവും, പക്ഷെ അത് കാണിക്കത്തില്ല, നമുക്ക് മനസ്സിലാകത്തില്ല എന്നുള്ളതാണ്. അത് നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റ് എന്താണെന്ന് അറിയാമോ? നമുക്ക് ഇതിനകത്ത് മാറ്ററിന്റെ വേവ് നേച്ചർ പാർട്ടിക്കിൾ നേച്ചർ പഠിക്കണം, റേഡിയേഷന്റെ വേവ് നേച്ചർ പാർട്ടിക്കിൾ നേച്ചർ പഠിക്കണം. അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, എന്നാൽ ഈ 4 പഠിക്കാൻ നമുക്ക് 2 പഠിച്ചാൽ മതി. കാരണം എന്താ അറിയോ? 2 ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. both radiation and matter radiation and matter possess dual nature. That is wave nature and particle വേവ് നേച്ചറും പ്രോസസ് ചെയ്യുന്നുണ്ട്, പാർട്ടിക്കിൾ നേച്ചറും പ്രോസസ് ചെയ്യുന്നുണ്ട്. ആർക്കാണ്? അതായത് രണ്ടാൾക്കാർക്കും, റേഡിയേഷനും മാറ്ററും. ഓക്കെ ആണല്ലോ? റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാം. റേഡിയേഷന് നിങ്ങൾക്ക് ലൈറ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ലൈറ്റ് അല്ലേ?
ലൈറ്റിന് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. വേവ് നേച്ചർ ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട്. ലൈറ്റിന് രണ്ട് നേച്ചർ ഉണ്ട്. ലൈറ്റിന് വേവ് നേച്ചറും ഉണ്ട്, ലൈറ്റിന് വേവ് നേച്ചറും ഉണ്ട്, ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. വേവ് നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്, അതേപോലെ തന്നെ പാർട്ടിക്കിൾ നേച്ചറും. വേവ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷന്, പോളറൈസേഷന്, റിഫ്രാക്ഷന്, ഇതെല്ലാം നമ്മൾ വേവ് നേച്ചറിനകത്ത് പഠിച്ച തൊട്ട് മുമ്പിലത്തെ ചാപ്റ്റർ, ആറ്റത്തിന് മുമ്പ് പഠിച്ച ചാപ്റ്ററാണ് ഇല്ലേ? ഇതെല്ലാം നമ്മൾ അവിടെ പഠിച്ചതാണ് ഇല്ലേ? ഇതെല്ലാം വേവ് നേച്ചർ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത് ആണോ? നമ്മൾ വേവ് ഫ്രണ്ടും ഹൈജൻസ് പ്രിൻസിപ്പിളും ഒക്കെ വെച്ചിട്ടാണ് ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും പോളറൈസേഷൻ നമുക്ക് പഠിക്കാനില്ല, ഔട്ട് ഓഫ് സിലബസ് ആണ്. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങള് സൺഗ്ലാസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ പകൽ നല്ല ഉച്ചയുള്ള സമയത്ത് നിങ്ങൾ ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് കണ്ണിനകത്തോട്ട് അധികം വെട്ടം കയറി വരും ഇല്ലേ? അതിനെ നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്കൊരു സൺഗ്ലാസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് അവിടെ ആ ലൈറ്റ് പോളറൈസ്ഡ് ആവുക ചെയ്യുന്നത്. അതാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ലൈറ്റ് ഒരു ഇരുട്ട് ഫീൽ ചെയ്യും അല്ലേ? അപ്പം ഇന്റൻസിറ്റി കുറയും, അതാണ് ഈ പോളറൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവിടെ റിഫ്രാക്ഷനും എല്ലാം പഠിച്ചു. ഓക്കെ ആണല്ലോ? ഇനി പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കഴിഞ്ഞ വർഷം നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിച്ചു, അതേപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പഠിച്ചു അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ പഠിച്ചു. ഇനി ഈ പാർട്ടിക്കൽ നേച്ചറിനകത്തും നമുക്ക് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും പഠിക്കാൻ പറ്റും. കാരണം ലൈറ്റിനെ ഒരു റേ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴും റിഫ്രാക്ഷനും റിഫ്ലക്ഷനും ഒക്കെ ഉണ്ടാവുമല്ലോ ഇല്ലേ? അപ്പൊ ഇവിടെയും നമുക്കത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയും നമുക്ക് മാറ്ററിന്റെ കേസിലോട്ട് വരും. നമ്മൾ പറഞ്ഞു നമ്മള് മാറ്ററും റേഡിയേഷനും ഡ്യുവൽ നേച്ചർ ഉണ്ട് എന്നുള്ളതാണ് പഠിക്കുന്നത്. മാറ്ററിന്റെ വേവ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് എന്തെന്നറിയാമോ? ഡി ബ്രോഗ്ലി കൺസെപ്റ്റ്. മാറ്ററിന്റെ വേവ് നേച്ചറിനെ പറ്റി കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ നൽകുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഡി ബ്രോഗ്ലി കൺസെപ്റ്റ്. എന്നാൽ മാറ്ററിന്റെ പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റി നമുക്ക് അതിനൊരു എക്സാമ്പിൾ കൊടുക്കാം. പഠിക്കാനില്ല നമുക്ക്, ഞാൻ എക്സാമ്പിൾ. ഇപ്പൊ ഒരു ഉദാഹരണം എടുക്കാം. നിങ്ങൾ ഒരു ബലൂൺ എടുത്തിട്ട് ആ ബലൂൺ വീർപ്പിക്കുക, എന്താ സംഭവിക്കുന്നത് അറിയോ? നിങ്ങൾ എയർ നിറയ്ക്കുമ്പോൾ എയർ ഓരോ പാർട്ടിക്കിളാണ്. മാറ്റർ ആണ് മാറ്റർ. അപ്പം എയർ ഒരു പാർട്ടിക്കിളാണ്. ആ പാർട്ടിക്കിൾ അതിനകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ആ പാർട്ടിക്കിൾ അതിനകത്ത് നിറയുമ്പോൾ അത് പാർട്ടിക്കിൾ നേച്ചർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ പാർട്ടിക്കിളായിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇൻഫ്ലേഷൻ ഓഫ് ബലൂൺ, അല്ലെങ്കിൽ ബ്ലോയിങ് എയർ ഇൻടു ബലൂൺ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനില്ല കേട്ടോ, പാർട്ടിക്കിൾ നേച്ചർ പഠിക്കാനില്ല. എക്സാമ്പിൾ എന്താണ്? ബ്ലോയിങ് എയർ ഇൻടു ബലൂൺ. അതിനൊരു നമുക്ക് എക്സാമ്പിൾ എടുക്കാം, ബലൂൺ. അപ്പൊ ഇവിടെ നമുക്ക് ആകെ പഠിക്കാനുള്ളത് എന്താണെന്നറിയാമോ? റേഡിയേഷന്റെ വേവ് നേച്ചർ നമ്മൾ ഓൾറെഡി അവിടെ പഠിച്ചതാണ്. അപ്പൊ ഇത് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനില്ല. എന്നാൽ റേഡിയേഷന്റെ പാർട്ടിക്കിൾ നേച്ചർ പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇല്ല, വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. അടുത്തത് മാറ്ററിന്റെ പാർട്ടിക്കിൾ നേച്ചറോട് പഠിക്കാനില്ല, മാറ്ററിന്റെ വേവ് നേച്ചറെ പഠിക്കാനുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷന്റെ പാർട്ടിക്കിൾ നേച്ചറും മാറ്ററിന്റെ വേവ് നേച്ചറും മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. സാരം ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം തന്നെ ഈ പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പാർട്ടിക്കിൾ നേച്ചറിന്റെ. അതിനു മുമ്പ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഇലക്ട്രോൺ എമിഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റി വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് ഞാൻ ചെറുതാക്കാം, എഴുതാനുള്ളവർ എഴുതി കഴിഞ്ഞിട്ടുള്ളവര് ഇലക്ട്രോൺ എമിഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് എഴുതും. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇലക്ട്രോൺ എമിഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് എഴുതും.
ഓക്കെ, ഹെഡിങ് എഴുതിയോളൂ, ഇലക്ട്രോൺ എമിഷൻ എഴുതിയോ, ഇലക്ട്രോൺ എമിഷൻ. It is the process of ejection. It is the process of ejection of electrons, ejection of electrons from the metal surface, by applying external energy, external energy. It is the process of ejection of electrons. It is the process of ejection of electrons from the metal surface by applying external energy. ഒന്നുമില്ല, ഒരു മെറ്റലിനകത്തുനിന്ന് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ആ മെറ്റലിന്റെ പുറത്തേക്ക് ചാടിക്കുന്ന പരിപാടിയാണ് നമ്മൾ ഇലക്ട്രോൺ എമിഷൻ എന്ന് പറയുക. ഓക്കെ ആണല്ലോ? അത് ചുമ്മാ പുറത്തേക്ക് ചാടിക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള എനർജി അതിന് കൊടുത്താൽ മാത്രമേ ഒരു മെറ്റൽ സർഫസിന്റെ ഉള്ളിൽ നിന്ന് ഇലക്ട്രോണിനെ നമുക്ക് പുറത്ത് ചാടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിന്റെ കാരണം പറഞ്ഞുതരാം. ഇത് വരയ്ക്കാനല്ല, ഇതിന്റെ കൺസെപ്റ്റ് ആണ്. നമ്മൾ ഒരു ഗോൾഡിന്റെ ആറ്റം എടുത്തിരിക്കുകയെന്ന് വിചാരിക്കാം. ഗോൾഡിന്റെ ആറ്റത്തിനകത്ത് ഗോൾഡിന്റെ ലക്ഷക്കണക്കിന് ആറ്റങ്ങൾ കാണുമല്ലോ. ഇത് ഗോൾഡിന്റെ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലാന്ന് വിചാരിക്കുക. അതിനകത്ത് ബാക്കി ഷെല്ലുകളും ന്യൂക്ലിയസും എല്ലാം ഉണ്ട്. ഞാൻ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ല് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇത് ഗോൾഡിന്റെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലാന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തായാലും ഒരു ഇലക്ട്രോൺസ് കാണുമല്ലോ. ഞാൻ തൽക്കാലം എല്ലാത്തിനും ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, ഗോൾഡ് വിട്ടേക്ക്, സോഡിയം എടുക്കാം. അപ്പൊ സോഡിയത്തിന് 3 ഷെല്ലാണ്, മൂന്നാമത്തെ ഷെല്ലിനകത്ത് ഒരു ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് വാലൻസ് ഷെൽ എന്ന് പറയാ. ബാക്കിയുള്ള ഷെൽ അതിന്റെ ഇടയ്ക്കുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്നതുകൊണ്ടാണ് അത് വരയ്ക്കാത്തത്. ഓക്കെ, ഇത് വാലൻസ് ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കാരണവശാൽ അത് അവിടുന്ന് ഇളകി കഴിഞ്ഞാൽ അത് വരുന്നത് ഈ ഇന്റർ ആറ്റോമിക് സ്പേസിലായിരിക്കും വരുന്നത്. അപ്പൊ അത് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറി, ഇല്ലേ? ഷെല്ലിൽ നിന്ന് പുറത്ത് ചാടുവാണെങ്കിലും അത് എവിടെയാ ചാടുന്നത്? ഇങ്ങോട്ടേക്ക് ചാടാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ പുറത്തോട്ട് ചാടാൻ പറ്റത്തില്ല. ഇതിനെ പുറത്തോട്ട് ചാടിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇത് ഓൾറെഡി പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ പുറത്തേക്ക് ചാടി ഇലക്ട്രോണിനെ അപ്പം തന്നെ അകത്തേക്ക് ഇടും. ഓൾറെഡി ഇത് പോസിറ്റീവ് ചാർജ് ബോഡി ആയില്ലേ ഇലക്ട്രോൺസിനെ പുറത്തേക്ക്, അല്ലെങ്കിൽ അതിന്റെ ഷെല്ലിൽ നിന്ന് പുറത്തോട്ട് മാറിയപ്പോൾ. അപ്പൊ ഈ മെറ്റൽ കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ബോഡി ആയിട്ട് മാറുന്നുണ്ട്. ഇലക്ട്രോൺസ് പുറത്ത് ചാടി കഴിഞ്ഞാൽ അവനെ അപ്പം തന്നെ അട്രാക്ട് ചെയ്ത് അകത്തോട്ട് വലിച്ചിടും, ചുമ്മാ അതെ നോർമൽ കേസിൽ. പക്ഷെ നമുക്ക് ഈ ഇലക്ട്രോൺസിനെ, ഈ മൂവ് ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോൺസിനെ സിമ്പിൾ ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ എനർജി പ്രൊവൈഡ് ചെയ്യണം. ഒന്നെങ്കിൽ ഇതിനെ, അതായത് ഈ ഇലക്ട്രോൺസ് പുറത്ത് പോയാലും ആ ന്യൂക്ലിയസ് അതിനെ അട്രാക്ട് ചെയ്യുന്നതിലും കൂടുതൽ എനർജി പുറത്തുനിന്ന് കൊടുത്താൽ മതി. അത് നമുക്ക് പല സോഴ്സ് വഴി നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ ലൈറ്റ്, നല്ല എനർജിയിൽ ലൈറ്റ് ഇതിൽ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരു ചാർജ് പാർട്ടിക്കിളിനെ ശക്തമായിട്ട് ഇതിനെ കൊണ്ട് ഇടിപ്പിക്കുക, അല്ലെങ്കിൽ ചൂടാക്കിയാലും ഈ പറഞ്ഞ പോലെ ആ ചൂട് കൊണ്ട് ഇലക്ട്രോൺസ് പുറത്ത് ചാടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഒരു മെറ്റലിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ആ മെറ്റലിലോട്ട് ഇലക്ട്രോൺ ചാടുന്നതിനല്ല ഇലക്ട്രോൺ എമിഷൻ എന്ന് പറയുന്നത്. ആ മെറ്റലിന്റെ സർഫസിന്റെ പുറത്തേക്ക് ചാടുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ ഇലക്ട്രോൺ എമിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇലക്ട്രോൺ എമിഷൻ ആണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് ഇത്രയും പറയുന്നത്, അല്ലേ? ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതിനെ പറ്റിയാണ്, അതിന്റെ ഡീറ്റെയിൽ, അതിന്റെ ഹിസ്റ്ററി, അത് ആദ്യം എങ്ങനെയായിരുന്നു, അതെങ്ങനെയാണ് അത് എക്സ്പെരിമെന്റ് ചെയ്തത്, ഐൻസ്റ്റീൻ വന്നിട്ട് അതിനകത്ത് എന്ത് മാറ്റങ്ങൾ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രോൺ എമിഷൻ എന്തായാലും എഴുതി. ഇനി എഴുതേണ്ടത് ടൈപ്സ് ഓഫ് എമിഷൻ എഴുതി കൊടുക്കുക. ടൈപ്സ് ഓഫ് എമിഷൻ എഴുതി കൊടുക്കുക. ടൈപ്സ് ഓഫ് എമിഷൻ. അതിൽ ഒന്നാം എഴുതിയിട്ട് തെർമിയോണിക് എമിഷൻ കൊടുക്കുക. തെർമിയോണിക് എമിഷൻ. The process of ejection, the process of ejection of electrons, from the metal surface, by heating. The process of ejection of metal surface from the process of ejection of electrons from the metal surface by heating.
ചൂടാക്കി ഇലക്ട്രോൺസിനെ ഒരു മെറ്റൽ സർഫസിന് പുറത്തേക്ക് ഇഞ്ചക്ട് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ തെർമിയോണിക് എമിഷൻ പറയുന്നത്. രണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിനകത്ത് ടൈപ്സിനകത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ദ പ്രോസസ് ഓഫ് ejection of electrons from the metal surface when light of suitable frequency falls on it. ഒരു സ്യൂട്ടബിൾ എനർജി ഉള്ള സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് റേ വന്ന് വീഴുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഇഞ്ചക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നു. ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നു. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെയോ മാഗ്നറ്റിക് ഫീൽഡിന്റെയോ ഒക്കെ സഹായത്തോടുകൂടി ഇലക്ട്രോൺസിനെ ഇഞ്ചക്ട് ചെയ്യിക്കുന്നതിനാണ് ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഇജക്ഷൻ of electrons from the metal surface by applying electric field. Applying electric field. അടുത്തത് സെക്കൻഡറി എമിഷൻ എന്ന് പറയും. നാലാമത്തത് സെക്കൻഡറി എമിഷൻ. സെക്കൻഡറി എമിഷൻ എന്താണെന്ന് അറിയാമോ? സെക്കൻഡറി എമിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു ചാർജ് പാർട്ടികളെ കൊണ്ടൊരു മെറ്റൽ സർഫസിലോട്ട് ഇടിപ്പിക്കും. അപ്പം അതിനകത്തുനിന്ന് ഇലക്ട്രോൺസ് പുറത്ത് ചാടും. അതിനെയാണ് സെക്കൻഡറി എമിഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഇജക്ഷൻ of electrons from metal surface by falling fast moving particles on it. സ്പീഡിൽ മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടികളെ കൊണ്ട് അതിൽ ഇടിപ്പിച്ചിട്ട് പുറത്തേക്ക് ഇലക്ട്രോൺസ് ഇഞ്ചക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ എന്താന്ന് പറയും? സെക്കൻഡറി എമിഷൻ എന്ന് പറയും. ഇതിൽ 4 എമിഷന് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ മാത്രമേ ഉള്ളൂ. അടുത്ത ഹെഡിങ് എഴുതാം. ഫ്രീ ഇലക്ട്രോൺസ്. ചെറിയ സബ് ഹെഡിങ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അതിനകത്ത് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ദ ഇലക്ട്രോൺസ് in the outermost shell which are free to move easily within the metal surface.
metal surface, metal surface, but cannot leave, but cannot leave, but but cannot leave it, leave, leave it. അതായത് ആ ഇലക്ട്രോൺസിന്റെ ഔട്ടർ അല്ല ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് പുറത്തിറങ്ങി ആ ആറ്റത്തിനകത്ത് തന്നെ കറങ്ങി നടക്കാൻ പറ്റും, പക്ഷെ അതിന് പുറത്ത് ചാടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. പുറത്ത് ചാടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ എനർജി കൊടുത്തിട്ട് അവരെ പുറത്ത് ചാടിക്കണം. മനസ്സിലായി? അതാണ്. അടുത്തത് വർക്ക് ഫംഗ്ഷൻ എഴുതുക, വർക്ക് ഫംഗ്ഷൻ എഴുതുക, ഹെഡിങ് വർക്ക് ഫംഗ്ഷൻ. അതിനെ ഒന്നെങ്കിൽ WC എന്ന് നമുക്ക് W0 എന്ന് പറയാം, അല്ലെങ്കിൽ 50 എന്ന് പറയാം. രണ്ട് രീതിയിലും പറയാം. മിനിമം എനർജി, മിനിമം എനർജി, റിക്വയർഡ്, മിനിമം എനർജി റിക്വയർഡ് by an electron, by an electron to escape metal surface. നമ്മൾ ഹീറ്റ് എനർജി കൊടുത്താലും ലൈറ്റ് എനർജി കൊടുത്താലും ഫീൽഡിൽ നിന്നുണ്ടാകുന്ന എനർജി കൊടുത്താലും ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താലും ആ കൊടുക്കുന്നത് ആ ഇലക്ട്രോൺസിനെ പുറത്ത് ചാടിക്കാൻ വേണ്ടിയുള്ള സഫീഷ്യന്റ് എനർജി ആയിരിക്കണം. അതിൽ കുറവാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇലക്ട്രോൺസിന് ഇഞ്ചക്ഷൻ നടക്കത്തില്ല. ആ മിനിമം എനർജിയാണ് നമ്മൾ അതിന്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ വർക്ക് ഫംഗ്ഷൻ ഓരോ മെറ്റലിന്റെ നേച്ചർ മാറുന്നതിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് ആലോചിക്കണം. ഇതിന്റെ യൂണിറ്റ് ഇതൊരു ഡോട്ട് എഴുതുക. അടുത്തത് its unit is electron volt. ഇലക്ട്രോൺ വോൾട്ട് നമുക്ക് EV എന്ന് പറയാം. ഇനി 1 EV എന്ന് പറയുമ്പോഴേക്കും 1.6 into 10⁻⁻90 ജൂൾ ആയിരിക്കും എന്നുള്ള കാര്യം. ഇതിന്റെ ഓരോ മെറ്റീരിയലിന്റെ നേച്ചർ മാറുന്നതിനനുസരിച്ച് അതിന്റെ വാല്യൂ മാറും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് on the nature of metal, and its value is different for different metal. സോഡിയത്തിന്റെ എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 2.75 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതേപോലെ തന്നെ എന്താണ് പ്ലാറ്റിനത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.65 ഇലക്ട്രോൺ വോൾട്ട് ആണ്. മെറ്റലിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ വോൾട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ഫംഗ്ഷൻ ഇതിനാണ്. ഹൈ വർക്ക് ഫംഗ്ഷൻ, ഹൈയസ്റ്റ് വർക്ക് ഫംഗ്ഷൻ. അതേപോലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വർക്ക് ഫംഗ്ഷൻ മെറ്റലിൽ സീസിയത്തിനാണ്. സീസിയത്തിന് 2.14 ഇലക്ട്രോൺ വോൾട്ടേ ഉള്ളൂ. അതിനാണ് ഏറ്റവും ലോവസ്റ്റ് വർക്ക് ഫംഗ്ഷൻ. ഇനി പരീക്ഷയ്ക്ക് ഡിഫൈൻ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് 2023 ചോദ്യ പേപ്പറിനകത്ത്. അപ്പം നമ്മളത് പഠിക്കുക. ഡിഫൈൻ 1 ജൂൾ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പൊ അതേപോലെ തന്നെ ഡിഫൈൻ 1 ഇലക്ട്രോൺ വോൾട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ഇവിടെ ഒരു ഡോട്ട് ആയിട്ട് അങ്ങ് തരാം, അത് എഴുതിക്കോളൂ. ഞാൻ ഇലക്ട്രോൺ വോൾട്ട് കണ്ടോണ്ട് ഓർത്താണ്. ഡിഫൈൻ 1 ഇലക്ട്രോൺ വോൾട്ട്, 1 EV എന്താണെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട് 2023 ക്വസ്റ്റ്യൻ പേപ്പർ. So 1 EV is the energy gained by an electron
when it has been accelerated by a potential difference of potential difference of 1 volt. 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തതിനെ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അത് ഗെയിൻ ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് എന്തെന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. അതായത് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ അത് മൂവ് ചെയ്യും. നമുക്കറിയാലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ആണ്. അപ്പോൾ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ അത് എത്ര എനർജി അബ്സോർബ് ചെയ്യുന്നോ അതായിരിക്കും അതിന്റെ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് പ്രത്യേകം തന്നാണ് ഓർത്തോണം. ഇനി നമ്മൾ ഇതിനകത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലേക്ക് കയറാൻ പോവാണ്. ഹിസ്റ്ററി തൊട്ട് പഠിക്കാൻ പോവാണ്. ഹിസ്റ്ററി തൊട്ട് പഠിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതും കഴിഞ്ഞ വർഷത്തെ, അത് 2020 നമ്മളിപ്പം ഈ 2025 നടന്ന പരീക്ഷയുടെ ചോദ്യം